ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ക്യോൺബി ഹെൽത്ത് കെയറിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഭാഗ്യ മാം ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വർഷങ്ങളായിട്ട് തീരെ മാറാത്ത മൈഗ്രെയിൻ തലവേദന ഉള്ള ഒരാൾ, ഡോക്ടറുടെ തന്നെ പേഷ്യൻ്റാണ്. അപ്പോൾ മൈഗ്രെയിൻ ഉള്ളവർക്കറിയാം, യാത്ര ചെയ്യാൻ വരെ വല്ലാതെ ബുദ്ധിമുട്ടുന്നൊരവസ്ഥയാണത്. അപ്പോൾ അവരുടെ കേസിൽ ഒരൊറ്റ മാസം കൊണ്ട്, വെറും ഒരു മാസം കൊണ്ടാണ് അവർക്കത് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റിയത്. അപ്പോൾ അവർ തന്നെ പറയുന്നൊരു അനുഭവം, ഡോക്ടറുടെ സന്തോഷം പറയുന്ന, അവർ തന്നെ പങ്കുവെക്കുന്നൊരു ഓഡിയോ ഞാനിവിടെ നിങ്ങൾക്ക് കേൾപ്പിക്കാം. അതെ, ഫസ്റ്റ് മാസം തന്നെ നല്ല മാറ്റമുണ്ട്. അതിനുശേഷം ഒറ്റ പ്രാവശ്യം വന്നിട്ടുള്ളൂ. പിന്നെ മരുന്നുണ്ടായത് കൊണ്ട് കുറച്ചുകൂടി ഇപ്പൊ മരുന്നൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ഞങ്ങള് കൊല്ലത്തും തിരുവനന്തപുരത്തൊക്കെ യാത്ര പോയി, പക്ഷെ അപ്പൊ ഒരു പ്രശ്നം ഉണ്ടായില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ അതൊന്ന് പറയാൻ വേണ്ടിയായിരുന്നു. മേഡത്തിനെ കിട്ടാൻ വേണ്ടി കുറെ ശ്രമിച്ചു. അപ്പൊ ഇനിയും തുടർന്ന് മരുന്ന് കഴിക്കണം. അവക്ക് ദഹനക്കുറവിന്റെ ഒരു പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ തലവേദന ഇല്ല, ദഹനക്കുറവിന്റെ ഒരു പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇടയ്ക്കൊരു ഛർദി ഉണ്ടായിരുന്നു. അതുപോലെ മൈഗ്രെയിൻ മാറിയപ്പോ തന്നെ വേറെ സന്തോഷമായിരുന്നു. ഒരുപാട് കാണിച്ചു. ഇതാണ് അവക്കും സന്തോഷമായി. ഫസ്റ്റ് മാസം തന്നെ നല്ല മാറ്റം ഉണ്ടായിരുന്നു. ഇത് അവര് നമ്മളോട് തന്നെ പറഞ്ഞിട്ടുള്ളൊരു അനുഭവമാണ്. അപ്പം എന്താണ് അവരുടെ കേസിൽ ഡോക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നത്, അവരുടെ ട്രീറ്റ്മെന്റ് മെത്തേഡും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു, ആ കേസിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡോക്ടർ നമുക്ക് ഇന്ന് പറഞ്ഞു തരും. ശരിക്കും എന്തായിരുന്നു അവർക്ക് ഉണ്ടായിരുന്ന ശരിക്കുള്ള പ്രോബ്ലം? ഇപ്പം ഈ പേഷ്യൻ്റ് പറഞ്ഞ പോലെ തന്നെ അവർക്ക് കുറേ ദൂരം യാത്ര ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മൈഗ്രെയിൻ പേഷ്യൻസിനെ എടുത്തു നോക്കുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുന്നത്. അപ്പം പലരും നമ്മളെടുത്ത് വരുന്നത് അവർ ഈ MRI CT സ്കാനൊക്കെ ചെയ്തിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത്. പക്ഷേ ഇതിലെല്ലാം തന്നെ നമ്മൾ കാണുന്നത് നോർമലാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഒരു തലവേദന വരുന്നത് എന്ന് ഒട്ടുപേർക്കും അറിയില്ല. ഇതിൻ്റെ ഒരു റൂട്ട് കോസ് എവിടെയാണ് കിടക്കുന്നതെന്ന് ഒട്ടുപേർക്കും അറിയില്ല. അപ്പോൾ ഞാൻ ഈ പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു ശക്തമായിട്ടുള്ളൊരു സ്മെല്ലടിച്ച് കഴിഞ്ഞാൽ പ്രശ്നമായിരുന്നു. അതുപോലെ തന്നെ ഒന്ന് വെയിലത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ ഈ ഒരു തലവേദന വന്നു കഴിഞ്ഞാൽ അവരൊരു 2 ദിവസം റൂമിനുള്ളിൽ തന്നെ കിടക്കുകയാണ്. അവർക്ക് ഈ ലൈറ്റ് കണ്ടുകൂടാ, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, എന്തെങ്കിലും കഴിക്കുമ്പോഴേക്കും തന്നെ ഛർദ്ദിച്ചു പോവുക. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അവരുടെ പ്രധാനപ്പെട്ട മെയിൻ സിംറ്റംസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ ഒരു റൂട്ട് കോസ് കിടക്കുന്നത് നമ്മുടെ ഗട്ടിലാണ്. അപ്പോൾ ഗട്ട് എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും, എന്താണ് ഈ ഗട്ട് ഹെൽത്ത്, അതുപോലെ തന്നെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ മൈഗ്രെയിൻ പേഷ്യൻസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഡെയിലി റൂട്ടീൻസ്, അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അവരുടെ ഭക്ഷണത്തിൽ വരുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണ് എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കേസ് നമ്മൾ എടുത്തു. അപ്പോൾ കേസ് എടുത്ത സമയത്ത് തന്നെ നമുക്ക് മനസ്സിലായി അവരുടെ ഡെയിലി റൂട്ടീനിൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. അവർ കഴിക്കുന്ന ഭക്ഷണ രീതിയിലാണെങ്കിലും പല രീതിയിലുള്ള മാറ്റങ്ങൾ ഞാൻ വരുത്തിയ സമയത്താണ് അവർക്ക് ഈ നല്ലൊരു ചേഞ്ച് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ മൈഗ്രെയിൻ എന്ന് പറയുന്നത് ശരിക്കും അതൊരു ന്യൂറോളജിക്കൽ, അതായത് നമ്മുടെ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂറോളജിക്കൽ പ്രോബ്ലം അല്ല. അത് ശരിക്കും നമ്മുടെ ഗട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. ശരിക്കും ഒരു പൾസേറ്റിംഗ് പെയിൻ ആണ് പേഷ്യൻസിൽ നമ്മൾ കാണുന്നത്, ശക്തമായിട്ടുള്ള തലവേദന. അതായത് ഈ ഒരു തലവേദന വരുന്നതിൻ്റെ ഒരു 1-2 മണിക്കൂർ മുമ്പേ അവർക്കൊരു സിഗ്നൽ കിട്ടും, എനിക്ക് ഇന്ന് തലവേദന വരുന്നുണ്ട്. ഒട്ടുമിക്ക പേഷ്യൻസും വന്ന് പറയുന്നതും ഇതാണ്, ഡോക്ടറെ എനിക്ക് ആ വേദന വരുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പേ എനിക്ക് മനസ്സിലാവും ഇന്ന് എനിക്ക് തലവേദന വരാനുണ്ട്. അങ്ങനെ അവരെന്ത് ചെയ്യും, ഓൾറെഡി പ്രിപ്പയർ ചെയ്തിരിക്കും, തലവേദന വരും, ഞാൻ പെയിൻ കില്ലേഴ്സ് എടുക്കണം എന്നൊക്കെയാണ് പേഷ്യൻസ് പറയുന്നത്. അപ്പം ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്നൊരു കാര്യം, ഇങ്ങനെ തലവേദന വരുന്ന സമയത്ത് പെയിൻ കില്ലേഴ്സ് കഴിക്കുക. മാസത്തിൽ ചിലപ്പോൾ അവർക്കൊരു പകുതി ദിവസത്തോളം തലവേദന വരുന്നുണ്ടായിരിക്കും. 15 ഡേയ്സും അവർ പെയിൻ കില്ലേഴ്സ് കഴിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റി നിർത്തുകയാണ് വേണ്ടത്. അപ്പം ഇതിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ കോസിനുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കണം. അപ്പം ഗട്ട് ഹെൽത്ത് എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് ഒരുപാട് പേർക്കുള്ള ഡൗട്ടിൽ ആദ്യം തന്നെ നമുക്ക് അതൊന്ന് ക്ലിയർ ചെയ്യാം, എന്താണ് ഗട്ട് ഹെൽത്ത്. ഡോക്ടർ, ഈ ഗട്ട് ഹെൽത്തിനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, നമ്മളുടെ തന്നെ സുഹൃത്തുക്കൾ പലപ്പോഴും മൈഗ്രെയിൻ പേഷ്യൻസ്, മൈഗ്രെയിൻ തലവേദന ഉള്ളവർ തന്നെ അവർ എപ്പോഴും പറയും, അപ്പോൾ ഉച്ചയ്ക്ക് നമ്മളെ കൂടെ ഒരു ഭക്ഷണം കഴിക്കാതെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേരത്തെ ഫുഡ് അവർ സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ പിന്നെ ഉച്ചയ്ക്ക് ശേഷം തൊട്ട് അവരെന്താണ് ഈ തലവേദന ഇട്ടുന്നത്. അപ്പോൾ അതെന്താണ് ശരിക്കും ഭക്ഷണം സ്കിപ്പ് ചെയ്യുമ്പോൾ ഇത് വരാനുള്ള കാരണം? അതായത് തലവേദന തന്നെ നമുക്ക് പല രീതിയിൽ വരാം. അപ്പം നമുക്ക് ചില ആളുകൾക്ക് അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം നീ പറഞ്ഞ പോലെ തന്നെ ഒരു തലവേദന വരുന്ന ഗ്യാസ്ട്രിക് ഹെഡേക്ക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതായത് നമുക്ക് പെട്ടെന്ന് ഒരു നേരത്തെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്, തലയുടെ ഭാഗത്ത് നിന്ന് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നു. അതിനുള്ളൊരു റീസൺ നമ്മുടെ വയറ് കാലിയായിട്ട് കിടക്കുക, ഈ ആസിഡ് പ്രൊഡക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഭക്ഷണം കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ആ നെഞ്ചരിച്ചിലും പുളിച്ചുതേട്ടലും അതിൻ്റെ ഭാഗമായിട്ട് തലവേദനയും, അതിനുള്ളൊരു റീസൺ ഇതൊരു റെഫേർഡ് പെയിൻ ആണ്. നമ്മുടെ ഗട്ടിൽ വരുന്ന പ്രോബ്ലംസ് കാണിക്കുന്നത് നമ്മുടെ ബ്രെയിനിലോട്ടാണ്. കാരണം അവിടെ ഒരു ആക്സിസ് അല്ലെങ്കിൽ ഒരു ബാരിയർ വരുന്നുണ്ട്, നമ്മുടെ ഗട്ടും ബ്രെയിൻ ബാരിയേഴ്സ് അല്ലെങ്കിൽ ഗട്ട് ബ്രെയിൻ ആക്സിസ് വരുന്നുണ്ട്. അപ്പോൾ ഗട്ടിൽ വരുന്ന എന്തെങ്കിലും ചെറിയ പ്രോബ്ലംസ് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലം ഒന്ന് നമ്മുടെ ബ്രെയിനാണ്. രണ്ടാമതായിട്ട് നമുക്ക് സ്കിന്നും പറയാം. ഒരുപാട് വ്യക്തികൾക്ക് ഗട്ട് റിലേറ്റഡ്
റിലേറ്റഡ് പ്രോബ്ലംസ് വരുമ്പോൾ സ്കിൻ കംപ്ലയിൻസ് കണ്ടുവരാറുണ്ട്. അപ്പോൾ അത് ആദ്യം നമ്മൾ ക്ലിയർ ചെയ്യണം. അപ്പോൾ ഈ ഒരു ഗട്ട് മൈക്രോബയോം എന്ന് പറയുന്നത് നമ്മുടെ വായ മുതൽ കുടൽ വരെ വരുന്ന ഒരു ഏരിയ ആണ്. അവിടെ ഒരുപാട് മൈക്രോബ്സ് ഉണ്ട്, ചെറിയ ചെറിയ ബാക്ടീരിയാസ് ഉണ്ട്. അതിൽ നല്ലതായിട്ടുള്ള ബാക്ടീരിയാസും ഉണ്ട്, ചീത്ത ബാക്ടീരിയാസും ഉണ്ട്. ഈ ചീത്ത ബാക്ടീരിയാസിൻ്റെ എണ്ണം കൂടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അതിലൊരു എക്സാമ്പിളായിട്ട് നമുക്ക് എച്ച് പൈലോറി ബാക്ടീരിയ എന്നൊക്കെ പറയാൻ സാധിക്കും. തലവേദന വരുന്ന വ്യക്തികളിൽ ചിലപ്പോൾ നമ്മൾ ആ ഒരു എൻഡോസ്കോപ്പി ഒക്കെ ചെയ്യുന്ന സമയത്ത് അവർക്ക് ആ എച്ച് പൈലോറിയുടെ പ്രസൻസ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. ഇപ്പം ഇതിൽ നമ്മൾ ഈ മൈഗ്രെയിൻ തലവേദന എപ്പോഴും നമ്മൾ ഒരു ലൈഫ് സ്റ്റൈൽ കാറ്റഗറിയിലേക്ക് അല്ലെങ്കിൽ ജീവിതശൈലി രോഗമായിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പം ഈ പേഷ്യൻസ് ആണെങ്കിലും അവരുടെയൊക്കെ മാം തുടക്കത്തിൽ തന്നെ പറഞ്ഞു കുറച്ച് മാറ്റങ്ങൾ മാം പറഞ്ഞു കൊടുത്തത്. ഇപ്പോൾ ഇത് കാണുന്ന ആളുകളിൽ പലരും ചിലപ്പോൾ ഈ മൈഗ്രെയിൻ ബുദ്ധിമുട്ടുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റാത്തവരായിരിക്കും, അല്ലെങ്കിൽ ഭക്ഷണം സ്കിപ്പ് ചെയ്തിട്ട് പറ്റാത്തവരായിരിക്കും, അങ്ങനെ ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെ ഉള്ളവരായിരിക്കും. അപ്പോൾ ഇവരുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് രീതിയിലാണ് അത് ചേഞ്ചസ് വരുത്താൻ പറ്റുക? അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് ഏതൊക്കെ പ്രായമുള്ള ആളുകൾക്ക് വരുമെന്ന് നമുക്ക് നോക്കാം. കൂടുതലായിട്ട് ഈ പ്രായപൂർത്തിയാവുന്ന ഒരു 18 ഇയേഴ്സ് പ്ലസ് ഒക്കെ ആവുന്ന സമയത്ത് പെൺകുട്ടികളിലും ആൺകുട്ടികളിലൊക്കെ നമ്മളിത് കണ്ടുവരുന്നുണ്ട്. ഒരു ഹോർമോണൽ ചേഞ്ചസ് ബോഡിയിൽ നടക്കുന്നതുകൊണ്ട് അതൊരു റീസണാണ്. പിന്നെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഫുഡിൽ വന്ന മാറ്റങ്ങളാണ്. നമ്മൾ ഒരുപാട് ഈ ഒരു എച്ച് പൈലോറി ബാക്ടീരിയാസിൻ്റെ ഒക്കെ ഗ്രോത്ത് കൂട്ടുന്നത് അല്ലെങ്കിൽ അസിഡിക് നേച്ചറുള്ള ഫുഡുകൾ കൂടുതലായിട്ട് കഴിക്കുന്നതൊക്കെ നമുക്ക് തലവേദന വരാനുള്ള വലിയൊരു റീസണാണ്. അതുപോലെ തന്നെ ഗട്ട് ഇംപ്രോപ്പർ ആക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നത്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫുഡ് ചേഞ്ചസ് വന്നു എന്ന്. നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത്, കൂടുതൽ മസാല ടൈപ്പ് ഓഫ് ഫുഡുകൾ കഴിക്കുന്നത്, അതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ വന്നു. അതുപോലെ തന്നെ ഫൈബേഴ്സിൻ്റെ അളവ് കുറഞ്ഞു, നാരുകൾ കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കുറഞ്ഞു കഴിക്കുന്നത്, അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഈ ഒരു ബുദ്ധിമുട്ടുകൾ കണ്ടുവരാം. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഏതൊക്കെ ഭക്ഷണം ഒഴിവാക്കണം. അപ്പോൾ ഞാനൊരു കാറ്റഗറി പറയുന്ന സമയത്ത് ഈ ഒരു തലവേദനയെ അഗ്രവേറ്റ് ആക്കുന്ന കണ്ടീഷൻസ് അല്ലെങ്കിൽ ട്രിഗർ ചെയ്യുന്ന കുറച്ച് ഫുഡുകളുണ്ട്. അതിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ. അതെ, അവരെ വല്ലാതെ ട്രിഗർ ചെയ്യുക. അപ്പം അത് പറഞ്ഞ പോലെ തന്നെ ലൈറ്റ് കാണാൻ പറ്റുന്നില്ല, അതൊക്കെ വലിയൊരു പ്രശ്നമാണല്ലോ. അപ്പം അവർ കുറച്ചൊക്കെ ഒഴിവാക്കേണ്ട കുറച്ച് ഭക്ഷണത്തിലാണ്. ഇപ്പോൾ എച്ച് പൈലോറി ബാക്ടീരിയാസ് ഒക്കെയാണ് ഉള്ളതെങ്കിൽ നമ്മൾ ഈ വൈറ്റ് റൈസ് ഒഴിവാക്കുക തന്നെ വേണം. വൈറ്റ് റൈസ് വലിയൊരു വില്ലൻ തന്നെയാണ്. അതിനുള്ള റീസൺ ഇതിനകത്തൊരു നിക്കൽ മിനറൽ ഉണ്ട്. ഈ ഒരു മിനറൽ കാരണം ഈ ഒരു എച്ച് പൈലോറി ബാക്ടീരിയാസിൻ്റെ ഗ്രോത്ത് കൂടും. അതുപോലെ തന്നെ നിങ്ങൾ സോയ പ്രൊഡക്റ്റുകൾ കൂടുതലായിട്ട് കഴിക്കുന്നുണ്ടെങ്കിലൊക്കെ ഇതിൻ്റെ ഗ്രോത്ത് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. ചോക്ലേറ്റ് അമിതമായിട്ട് കഴിക്കുക. ചില പേഷ്യൻസ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ എനിക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ചോക്ലേറ്റ് കഴിക്കുമ്പോഴേക്കും എനിക്ക് തലവേദന വരുന്നു. അമിതമായിട്ട് കഴിക്കുമ്പോൾ വരുന്നു. കൂടുതലായിട്ട് കഴിക്കാൻ നിങ്ങളൊരു ഫുൾ ചോക്ലേറ്റ് ഒക്കെ കഴിക്കുന്ന സമയത്ത് ഈ ബുദ്ധിമുട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം അതിലൊക്കെ ഈ ഒരു മിനറൽ കൂടുതലായതുകൊണ്ട് ഇതിൻ്റെ ഉപയോഗം നിങ്ങൾ കുറയ്ക്കാൻ വേണ്ടി നോക്കണം. അതുപോലെ തന്നെ കുറച്ച് സ്റ്റിമുലൻസ് ഉണ്ട് ഈ കോഫിയിൽ വരുന്ന കഫീനൊക്കെ. അപ്പം കോഫി ഒന്ന് കൂടുതലായിട്ട് കഴിക്കുന്നത്, അതുപോലെ മസാല കൂടുതലായിട്ട് കഴിക്കുന്നത്. മാം ഈ കോഫിയുടെ കാര്യം പറഞ്ഞപ്പം ഇപ്പം മൈഗ്രെയിൻ തലവേദന ഉള്ള ആളുകൾ ആദ്യം ഓടി ചെല്ലുന്ന അടുത്തുള്ള ഒരു കഫേയിൽ പോയിട്ട് ഒരു എക്സ്പ്രസോ അല്ലെങ്കിൽ ഒരു കോഫിയൊക്കെ കഴിച്ചതിൽ ആശ്വാസം റിലീഫ് ഉണ്ട് എന്നാണ് പലരും കരുതുന്നത്. ശരിക്കും അതെന്താണ് കോഫിയിലെ ഇത് ശരിക്കും ഇതിനെ മൈഗ്രെയിൻ തലവേദന കൂട്ടാനാണോ കാരണമാവുന്നത്? അതെ, കോഫി നമ്മൾ കഴിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ കഫീൻ എന്ന് പറയുന്നത്. ഈ കഫീൻ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മളെ ഗട്ട് ഹെൽത്ത് ഇംപ്രോപ്പർ ആക്കും, അവിടെ ഇൻഫ്ലമേഷൻസ് വരുത്താൻ കാരണമാവും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനകത്തോട്ട് വരുന്ന പല വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയൊക്കെ അബ്സോർപ്ഷൻ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് ഈ കഫീന്. അതുകൊണ്ടാണ് ഇത് കൂടുതലായിട്ട് നിങ്ങളോട് കഴിക്കരുതെന്ന് പറയുന്നത്, കുട്ടികൾക്ക് കൂടുതലായിട്ട് കൊടുക്കരുത് എന്നൊക്കെ പറയുന്നത്. അപ്പം അതിൻ്റെ ഉപയോഗം നിങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ ഐസ്ക്രീംസ് കൂടുതൽ കഴിക്കാം, അതും ഈ ഒരു തലവേദനയായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ അതിനകത്ത് വരുന്ന ഷുഗറും കാര്യങ്ങളൊക്കെ, അപ്പോൾ അതൊന്നും ഒഴിവാക്കണം. അതുപോലെ തന്നെ റോ വെജിറ്റബിൾസ് ആൻഡ് സാലഡ്സ്, നമ്മൾ കുക്ക് ചെയ്യാതെ കഴിക്കുന്ന വെജിറ്റബിൾസിൽ നിന്നൊക്കെ നമുക്ക് ഈ ഒരു ബാക്ടീരിയാസിൻ്റെ ഗ്രോത്ത് ഒക്കെ ഇത് കൂട്ടും. അപ്പം നല്ല ബാക്ടീരിയാസിൻ്റെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗട്ട് ഹെൽത്ത് എന്തായി ഇംപ്രോപ്പറായി. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മൈഗ്രെയിൻ വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. ഇപ്പം ഡോക്ടർ ഇപ്പോൾ ഡിസ്കസ് ചെയ്തതിൽ ഒഴിവാക്കേണ്ട ഫുഡുകൾ, ഇപ്പോൾ എച്ച് പൈലോറി ഇതിനൊക്കെ കാരണമാവുന്ന ഫുഡുകൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ഡോക്ടർ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ ഇവർക്ക് ഇപ്പം ഇത് വീഡിയോസ് കാണുന്ന ആളുകൾക്ക് ചോദിക്കാനുള്ള ഒരു സാധനം, ഇപ്പോൾ ഒഴിവാക്കേണ്ടതല്ലേ പറഞ്ഞിട്ടുള്ളൂ, ഇനി കഴിക്കേണ്ടത് എന്തൊക്കെയാണെന്നുള്ളതും കൂടി ഡോക്ടർ പറഞ്ഞു തന്നാലേ നമുക്കത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നവരായിരിക്കും പലരും. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതൊന്ന് അപ്പോൾ ഇപ്പോൾ വൈറ്റ് റൈസ് ഒഴിവാക്കാൻ പറഞ്ഞെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണെങ്കിലും അതിനൊരു ഓപ്ഷൻ വേണം. നമ്മളെല്ലാവരും ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നവരൊക്കെ ആയിരിക്കും. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ബ്രൗൺ റൈസ്, തവിടുള്ള അരി. അപ്പോൾ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുള്ള വ്യക്തികളാണെങ്കിലും അവരുടെ ഹെൽത്തിനാണെങ്കിലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ബ്രൗൺ റൈസ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഡയബറ്റീസ് പേഷ്യൻ്റ്. അതെ അതെ. അതുപോലെ തന്നെ വെയിറ്റ് കുറയ്ക്കേണ്ട വ്യക്തികൾക്കൊക്കെ ചിലപ്പോൾ അവർക്ക് ചോറ് അങ്ങോട്ട് ഒഴിവാക്കാൻ ഒരു പാടാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വെള്ളരി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ചോറ് ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അവർക്ക് പറ്റിയൊരു ഓപ്ഷനാണ് ബ്രൗൺ റൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കുത്തരി ആകുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ്, അത് നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം കഴിക്കാം. ഇപ്പോൾ വെജിറ്റബിൾസിൻ്റെ കേസ് ഞാൻ പറഞ്ഞത്, അത് നിങ്ങൾ നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് അതിൻ്റെ വെള്ളം കളഞ്ഞതിന്
അതിനുശേഷം മാത്രം യൂസ് ചെയ്യുക. പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ തന്നെ എല്ലാ രീതിയിലുള്ള ഫ്രൂട്ട്സുകളും നിങ്ങൾ കഴിക്കുക. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള അധികം പുളിയുള്ള ഫ്രൂട്ട്സുകൾ നിങ്ങൾ വെറും വയറ്റിൽ കഴിക്കാതിരിക്കാം. കാരണം നമ്മൾ ഈ ഒരു മൈഗ്രെയിൻ ഹെഡേക്ക് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അസിഡിറ്റി ആയിട്ട് നമുക്കിത് ഒന്ന് യോജിപ്പിക്കാൻ പറ്റും. അച്ചാറ് കൂടുതലായിട്ട് കഴിക്കുന്നവർക്ക് ഈ പ്രശ്നം വരും. അതെ, അച്ചാറിൻ്റെ അകത്ത് വിനാഗിരിയൊക്കെ കൂടുതലായിട്ട് ഇടുന്നുണ്ടല്ലോ, അപ്പോൾ അത് നമ്മുടെ ഗട്ട് ഹെൽത്തിനെ ഇംപ്രോപ്പർ ആക്കുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അസിഡിറ്റി, അതിൽ തന്നെ ഹൈപ്പർ അസിഡിറ്റി ആയിട്ടും കാണിക്കാം, ഹൈപ്പോ അസിഡിറ്റി ആയിട്ടും കാണിക്കാം. അപ്പോൾ ഹൈപ്പർ അസിഡിറ്റി ആവുന്ന സമയത്താണ് ഈ HCl കൂടുകയും അതിൻ്റെ ഭാഗമായിട്ട് നെഞ്ചരിച്ചിൽ, പുളിച്ചുതട്ടൽ പോലുള്ള പ്രശ്നങ്ങൾ. ഹൈപ്പോ അസിഡിക് കേസസ് നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകളായിരിക്കും. വയറ് വീർത്ത് വരിക, അവർക്ക് നല്ല രീതിയിലുള്ള ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ, കോൺസ്റ്റിപ്പേറ്റഡ് ആവുക, മലബന്ധം വരിക, ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഈ മൈഗ്രെയിൻ പേഷ്യൻസ് നമ്മളടുത്ത് വന്ന് പറയുന്നത്. അപ്പം കൂടുതലും നമ്മൾ അവരുടെ ഒരു സിംറ്റംസും ലക്ഷണവും നോക്കുന്ന സമയത്ത് കൂടുതലും അവർക്ക് ഈ ഒരു ആമാശയം അല്ലെങ്കിൽ ദഹനേന്ദ്രിയ വ്യവസ്ഥ ഒരു ഇംപ്രോപ്പർ ആവുന്ന സിംറ്റംസ് ആണ് കാണിക്കുന്നത്. അതിപ്പോൾ നമ്മൾ നേരത്തെ കേട്ട വോയിസിലും അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ദഹനത്തിൻ്റെ പ്രശ്നവും ഈ കാര്യങ്ങളൊക്കെ കൂടിയാണ് ഇതിന് കണക്റ്റഡ് ആയിട്ടുള്ളത് എന്നുള്ളത്. അപ്പം ശരിക്കും അത് ഇവരുടെ കേസിൽ തന്നെ നമ്മളെടുത്ത ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്ന കേസ് തന്നെയാണ്, പറ്റാത്തതൊന്നുമല്ല. പിന്നെ നമ്മൾ ഭക്ഷണം സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഭക്ഷണം ടൈം തെറ്റിക്കഴിഞ്ഞാലൊക്കെ മൈഗ്രെയിൻ തലവേദന വരാറുണ്ട്. ഈ മൈഗ്രെയിൻ ഉള്ള ആളുകൾക്ക് തന്നെ. അപ്പോൾ ഇവരുടെ ശരിക്കും ഭക്ഷണക്രമം അല്ലെങ്കിൽ സമയം എങ്ങനെയാണ് അവർ മാനേജ് ചെയ്യേണ്ടത്? അതായത് നിങ്ങളൊരു 5 hours മുകളിലോട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കരുത്. അതായത് ഇൻ ബിറ്റ്വീൻ 5 hours ഉള്ളിൽ തന്നെ നിങ്ങൾ ഫുഡ് കഴിച്ചിരിക്കണം. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നിങ്ങളൊരു 7 o'clock അല്ലെങ്കിൽ 8 കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഉച്ച വരെ ഒരു വലിയൊരു ഗ്യാപ്പ് വരുന്നുണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ 11 ആവുന്ന സമയത്ത് അല്ലെങ്കിൽ 10 ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാം. അതിപ്പോൾ നട്ട്സ് ആയിട്ട് കഴിക്കുകയോ അല്ലെങ്കിൽ ഒരു സംഭാരം കുടിച്ചാൽ മതി. സംഭാരം എന്ന് പറയുമ്പോൾ നല്ലൊരു പ്രോബയോട്ടിക്കും കൂടിയാണ്. ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 2 മെയിൻ ആൾക്കാർ, ഒന്ന് പ്രോബയോട്ടിക്സും നല്ല പ്രീ ഫൈബേഴ്സുമാണ്. അപ്പോൾ ഇതിൽ തന്നെ ഒരു സംഭാരം കുടിക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കൊരു നല്ലൊരു ആശ്വാസം കിട്ടും. 2 നട്ട്സും ഉൾപ്പെടുത്തുക. പിന്നെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുക, വൈകുന്നേരം ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ എന്തെങ്കിലും ചെറിയൊരു സ്നാക്സ്. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹെൽത്തി ആയിരിക്കണം. ഡോക്ടർ ഒരു 6 നേരം ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് കരുതിയിട്ട് നിങ്ങൾ അനാവശ്യമായിട്ട് എടുത്ത് കഴിക്കരുത്. ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുക. ഈ സമയത്തിന്റെ കാര്യം എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കണം. കാരണം പണ്ടാരോ പറഞ്ഞതുപോലെ മരുന്ന് പോലെ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഭക്ഷണം പോലെ നമ്മൾ മരുന്ന് കഴിക്കേണ്ടിരുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇതിന് കാരണമാണ്. ഇപ്പം മൈഗ്രെയിൻ്റെ കേസിൽ തലവേദനകൾ ഉള്ളവരുണ്ട്. സാധാരണ ഇടയ്ക്കിടയ്ക്കൊക്കെ തലവേദന വരാറുണ്ട് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും തലവേദന വരാറുണ്ട്. എല്ലാ തലവേദനയും മൈഗ്രെയിൻ ആണോ അല്ലെങ്കിൽ മൈഗ്രെയിൻ്റെ ശരിക്കുള്ളതാണോ തലവേദന? അതെങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുക? ഒരു മൈഗ്രെയിൻ തലവേദന നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും? ഒരുപാട് പേഷ്യൻസ് തലവേദനയായിട്ട് വരാറുണ്ട്. പക്ഷെ ചില ആളുകൾ നമുക്ക് ആ സിംറ്റംസ് തന്നെ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ അവരോട് ചോദിക്കും, നിങ്ങൾ കുനിയുന്ന സമയത്ത് നിങ്ങൾക്ക് തല ഭയങ്കര ഒരു ഹെവിനെസ് ഫീൽ ആവുന്നുണ്ട്. പിന്നെ അവരുടെ നാച്ചർ ഓഫ് വർക്ക്, അവർ എന്ത് ജോലിയാണ് ചെയ്യുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു ഗാഡ്ജറ്റ്സിൻ്റെ മുമ്പ് തന്നെ ഇരുന്ന് വർക്ക് ചെയ്യുകയാണോ, അത് വേറെ യാതൊരു തരത്തിലുള്ള മൂവ്മെൻറ്റ്സ് ഒന്നും കഴുത്തിന് വരുന്നില്ല, അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് തലവേദനയെ തന്നെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അതിൽ മെയിൻ ആയിട്ടുള്ളതാണ് സൈനസൈറ്റിക് ഹെഡേക്ക്. സൈനസൈറ്റിക് ഹെഡേക്ക് ആവുന്ന സമയത്ത് കൂടുതലും അവർക്ക് ഈ സൈനസുകൾ, ഈ വായു അറകൾ എവിടേക്കാണോ ഉള്ളത് അവിടെയൊക്കെ കൂടുതലായിട്ടും കഫം കെട്ടിക്കിടക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഹെഡേക്ക് വരും. അതായത് നമ്മുടെ പുരുകത്തിൻ്റെ മുകളിലായിട്ട്, മൂക്കിൻ്റെ 2 വശങ്ങളിലായിട്ട്, ഈ ഒരു മാക്സിലറി റീജിയനിലൊക്കെ കൂടുതലും സൈനസ് ഉണ്ട്. അപ്പം അത് അവിടെ കഫം കെട്ടിക്കിടക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഹെവിനെസ്സും തല പൊക്കാൻ പറ്റുന്നില്ല, തുമ്മൽ, അലർജിക്, ആ ഒരു ഇഷ്യൂസൊക്കെ കൂടുതലായിട്ട് കാണും. അതാണ് സൈനസൈറ്റിക്. രണ്ടാമതായിട്ട് നമുക്ക് ക്ലസ്റ്റർ ഹെഡേക്കിനെ പറയാം. ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും സ്ക്രീൻ ടൈമിൻ്റെ, അതായത് അവിടെ സ്പെൻഡ് ചെയ്യുന്ന വ്യക്തികൾ അല്ലെങ്കിൽ കൂടുതൽ ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുന്ന ആളുകൾ, അപ്പോൾ അവർക്ക് ആ ഒരു നെർവ്സും കാര്യങ്ങളുടെയും ഒക്കെ ഒരു ടെൻഷൻ കാരണം വരുന്നത് ക്ലസ്റ്റർ ഹെഡേക്കാണ്. പിന്നെ ടെൻഷൻ ഹെഡേക്ക് എന്ന് പറഞ്ഞാൽ വേറൊരു വിഭാഗമുണ്ട്. അതെന്ന് പറയുന്നത് ഈ നെർവ്സിന്, ഫോർഹെഡിലുള്ള നെർവ്സിനൊക്കെ വരുന്ന സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ടെൻഷൻ ഹെഡേക്ക്. ഇതുപോലെ തന്നെ വരുന്ന ഒരു കാറ്റഗറിയാണ് ഈ കഴുത്തിൻ്റെ ഭാഗത്തുള്ള എല്ലിന് തേയ്മാനം സംഭവിച്ചിട്ട് തലവേദന വരുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റണം എന്തിൻ്റെ ഭാഗമായിട്ടാണ്. പിന്നെ മൈഗ്രെയിൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതായിരിക്കും. അതിന് ചില ആളുകൾക്ക് അസോസിയേറ്റഡ് ആയിട്ട് വോമിറ്റിംഗ് ഉണ്ടായിരിക്കും, ഈ ലൈറ്റ് കാണാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ, ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസ്, ഇടയ്ക്കിടയ്ക്ക് ഗ്യാസിൻ്റെ പ്രശ്നം, അസിഡിറ്റി, ഇതൊക്കെ റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് മൈഗ്രെയിൻ ഹെഡേക്കിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. ഇപ്പം ഒരു മൈഗ്രെയിൻ ഉള്ള ആളുകൾ അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും തീരെ മാറ്റം വന്നിട്ടില്ല എന്നൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലും ഇപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ കൂടുള്ളവരാരെങ്കിലും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ ഏകദേശം 30 വർഷത്തിൻ്റെ അടുത്തായിട്ട് ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു തോന്നുന്നു അവർ. അപ്പം
അവർക്ക് വരെ നമുക്ക് ഒരൊറ്റ മാസം കൊണ്ട് ട്രീറ്റ്മെൻറ്റിൽ അത് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ഇതിന് പൂർണ്ണമായിട്ട് പരിഹാരം ഉണ്ട് എന്നാണ് അതിനർത്ഥം. അപ്പോൾ എല്ലാവരും ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ, പ്രധാനമായിട്ട് കാരണങ്ങൾ പറഞ്ഞു തന്നു. എന്തുകൊണ്ടാണ് തലവേദന വരാൻ സാധ്യത ഉള്ളത്, അല്ലെങ്കിൽ ഈ മൈഗ്രെയിൻ ഉള്ള ആളുകൾ ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെ നിയന്ത്രിക്കണം, അല്ലെങ്കിൽ ഗട്ട് റിലേറ്റഡ് ആയിട്ട് ഇപ്പം ആമാശയ സംബന്ധമായിട്ടുള്ള എന്തൊക്കെയാണോ അതിൽ ചേഞ്ചസ് വരുത്തേണ്ടത്, ഫുഡിൻ്റെ ടൈം, കാര്യങ്ങൾ, ഇതൊക്കെ കൃത്യമായിട്ട് ഡോക്ടർ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അപ്പം മൈഗ്രെയിൻ തലവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഡോക്ടർ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺസൾട്ടേഷൻ എടുക്കുമ്പോൾ നേരിട്ട് വരാം. അതല്ല ഇപ്പോൾ നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ടും ഡോക്ടറുടെ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. അക്കാര്യത്തിലൊന്നും പേടിക്കേണ്ടതില്ല. അപ്പം അങ്ങനെ ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പരിഹാരമാക്കി പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഡോക്ടർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ജീവിതശൈലിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒഴിവാക്കേണ്ട ഫുഡുകളും കാര്യങ്ങളും കൃത്യമായിട്ട് അതിനനുസരിച്ച് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാം. അപ്പം എന്തായാലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും, മൈഗ്രെയിൻ തലവേദന പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഡോക്ടർ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ സംശയങ്ങൾ, അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞ ഏതെങ്കിലും സിംറ്റംസ് നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ടെസ്റ്റുകളോ കാര്യങ്ങളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താവശ്യത്തിനും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മുടെ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. സംശയങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് നമ്മൾ ഇനിയും വരും. ഓക്കെ, ബൈ.